വഴി തെറ്റിയെന്നാ തോന്നണേ. ഇവിടെ എനിക്ക് ആരെ കാണാനും ഇല്ല. ഈ കാട് കണ്ടിട്ടാണെങ്കിൽ പേടിയായിട്ടും പാടില്ല. ഇതാരായി നിക്കണേ? ആരാ? എങ്ങോട്ടേ കാട്ടിലൂടെ ഒറ്റയ്ക്ക്? ഈ സമയത്ത് ആര് കാട്ടിലൂടെ പോകാറില്ല. ഞാൻ എന്റെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോന്നതാ. പക്ഷെ ഞാൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ ഞാൻ വഴി തെറ്റിപ്പോയി. നിങ്ങളെന്താ ഇവിടെ? എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. എന്നെ ഒന്ന് സഹായിക്കുവോ എന്റെ വീട് വരെ പോകാനായിട്ട്? എന്റെ കൂടെ ഒന്ന് കൂട്ടുവരുമോ? ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ കൂടെ വരാം. വരൂ. ഓ, ഇവിടെ വെച്ച് നിങ്ങളെ കണ്ടത് നന്നായി. ഇങ്ങനെ വഴി തെറ്റി ഒരുപാട് പേര് വരെ വരാറുണ്ട്. അവരെ ഞാൻ സഹായിക്കാറുണ്ട്. നമുക്ക് വഴി തെറ്റിയോ? ഒരുപാട് വർഷങ്ങളായി ഞാൻ ആളുകളെ കൊണ്ടുപോകുന്ന വഴിയാ. എനിക്ക് വഴി തെറ്റില്ല. സ്ഥലത്തറായി വാ. ആളുകൾ പറയുന്നോട് പ്രേതം പോകുന്നുണ്ടെന്നൊക്കെയാ, പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാന്നേ. ഓ, ഞാനും കേട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ പ്രേതൊക്കെ ഉണ്ടെന്നുള്ളത്. ആരുടെ സൗണ്ട് കേട്ടില്ല? എവിടെ പോയി? ദൈവമേ, ഇത് കോളല്ലേ ഇത്? അയ്യോ, ഈ കാട്ടിലേക്ക് ആദ്യം ആ സമയത്ത് ആരും വരാറില്ല. ഇവിടെ യക്ഷിഭൂതങ്ങളൊക്കെ ആണ്. പക്ഷെ ഇവിടെ ആരൊക്കെ പണ്ട് സ്ഥലത്ത് വീണ് പോയിട്ട് കുളത്തിലേക്ക് ചേച്ചിനെ കണ്ണ് കെട്ടി കൊണ്ടെന്നാണ് ഞാൻ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ രക്ഷപ്പെട്ടു ഇവിടെ നിന്ന്. ഇത് ഏതാ സ്ഥലം? ഞാൻ എങ്ങനെ ഇവിടെ വന്ന് പെട്ടത്? എന്താ ഇതിന്റെ നിഗൂഢത? എനിക്കറിയില്ലല്ലോ. എന്താ ഇവിടെ ഇരിക്കണേ? ഈ കാട്ടിലിങ്ങനെ ഒറ്റയ്ക്ക്? കുഞ്ഞ് കരഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഇരുന്നാ ശരിയാവില്ല. വാ, എന്റെ കൂടെ വാ. കുഞ്ഞ് കരഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? വാന്ന്. വാ, എന്റെ കൂടെ വാ. നിങ്ങൾ എത്ര ഓടിയിട്ടും കാര്യമില്ല. ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടാനാകില്ല. അതെന്താ? നിങ്ങളും ഞങ്ങളിൽ ഒരാളായി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ ജീവിച്ചിരിപ്പില്ല എന്നോ? എന്തായി പറയണേ? അച്ഛമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെട്ട നിങ്ങൾ ഒരു വാഹനാപകടത്തിൽ ഇല്ലാതെ. നിങ്ങളെപ്പോലെ ഒത്തിരി പേരവിടെയുണ്ട്. അതിലൊരാളാണ് ഞാൻ. ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരുന്ന ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. ഈ ഭയം ഇവിടെ വരുന്ന എല്ലാവർക്കും ഉള്ളതാ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാടല്ല. നിങ്ങളുടെ ആത്മാവിന്റെ വെറും തോന്നൽ മാത്രം.